വേട് കമന്റ് ഇടുന്നവരെ സ്നേഹമാണ് സ്നേഹമാണ് നിങ്ങളോട്. വേട് കമന്റ് ഇടുന്നവരെ സ്നേഹമാണ് സ്നേഹമാണ് നിങ്ങളോട്. സ്നേഹിച്ചു സ്നേഹിച്ചു കൊതിരീരും മുമ്പേ എന്നെ തനിച്ചാക്കി അകന്നിടുമോ നിങ്ങൾ. വേട് കമന്റ് ഇടുന്നവരെ സ്നേഹമാണ് സ്നേഹമാണ്. ഐ ലവ് യു ഐ ലവ് യു. സ്നേഹിച്ചു സ്നേഹിച്ചു കൊടുതീരും മുമ്പേ എന്നെ താനിച്ചാക്കി അകന്നിടല്ലേ. അകന്നിടുമോ നിങ്ങൾ അകന്നിടുമോ. സ്നേഹിച്ചു കൊടുതീരും മുമ്പേ അകന്നിടുമോ നിങ്ങൾ അകന്നിടുമോ. സ്നേഹിച്ചു കൊടുതീരും മുമ്പേ പോവാ. എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ അമ്മയെ എന്താണ് ഈ കൊച്ചു കേരളത്തിനകത്ത് നടക്കുന്നത് എന്ന് ഒരു പിടുത്തവുമില്ല. മുതുക്ക് അമ്മച്ചികൾ വരെ ഇതേ സോഷ്യൽ മീഡിയയ്ക്ക് അഡിക്റ്റ് ആയിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇത് 2026 ആയപ്പോഴത്തേക്കും ഇത്രയധികം മുതുക്ക് കൂത്താട്ടങ്ങൾ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്ക് എന്താവും എന്ന് ഒരു പിടുത്തവുമില്ല. ശരിക്കും സോഷ്യൽ മീഡിയയിലേക്ക് ഇങ്ങനെ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിലൂടെ ഒക്കെ ഇങ്ങനെ ഒന്ന് കണ്ണു നോക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ, കാണുന്നതെന്ന് പറഞ്ഞാൽ പച്ച അപരാധങ്ങളാണ്. ഈ പച്ച അപരാധങ്ങൾ 50 വയസ്സിന് മുകളിലോട്ടുള്ള അമ്മച്ചിമാർ കാണിക്കുമ്പോഴാണ് ഒട്ടും സഹിക്കാൻ പറ്റാത്തത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, പണ്ട് കാലത്തുള്ളൊരു പഴഞ്ചൊല്ലുണ്ട്, ഈ പറയും പോലെ അമ്മമാര് വേലി ചാടിയാൽ മക്കൾ മതിൽ ചാടും എന്നൊരു ചൊല്ലുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു ചൊല്ല് ഞാൻ ഈ ഒരു അവസരത്തിൽ ഓർത്തു പോവുകയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ മെമ്പർഷിപ്പ് അലവലാതിമാര് കാണിച്ചു കൂട്ടുന്ന പ്രഹസനങ്ങൾ ചില്ലറയും ശിഷ്ടമൊന്നുമല്ല. പിന്നെ ഇൻസ്റ്റാഗ്രാം ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് എനിക്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നത്. പക്ഷേ എന്നാലും ഇൻസ്റ്റാഗ്രാമിലൊന്നും ഞാൻ വളരെയധികം ആക്റ്റീവ് ഒന്നുമല്ല. ഇൻസ്റ്റാഗ്രാം ശരിക്കും നോക്കി തുടങ്ങിയത് തന്നെ ഈ അടുത്ത സമയത്താണ്. ഞാൻ ഇൻസ്റ്റാഗ്രാം അങ്ങനെ യൂസ് ചെയ്യാറേ ഇല്ലായിരുന്നു, ഫേസ്ബുക്കും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമും. അപ്പോൾ ഇപ്പോൾ കുറച്ചായിട്ട് ഇൻസ്റ്റാഗ്രാം നോക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എന്നെ കാണുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, മുതുക്ക് അമ്മച്ചിമാർ. ഈ അമ്മച്ചിമാർക്കൊക്കെ എന്തിൻ്റെ കേടാണെന്ന് ഒരു പിടുത്തമില്ല കേട്ടോ. ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ അഭിനയിക്കാനൊക്കെ താല്പര്യമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും സിനിമയിലും സീരിയലിലും ഒന്നും അവസരം കിട്ടണമെന്നില്ല. അപ്പോൾ അത്തരത്തിൽപ്പെട്ട ആളുകൾക്ക് അവരുടെ കഴിവ് പ്രയോജനപ്പെടുത്താൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് ഈ പറയുന്നത് പോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ആയാലും യൂട്യൂബ് ആയാലും. പക്ഷേ എല്ലാത്തിനും ഒരു പരിധി ഉണ്ടാവണം എന്നുള്ളതാണ്. കൈവിട്ട് പോയി കഴിഞ്ഞിട്ട് കാര്യമില്ല പറഞ്ഞിട്ട്, അല്ലേ? എല്ലാത്തിനും ഒരു പരിധി വേണം. പരിധി വിട്ട് കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ല, വളരെയധികം ബോറായിരിക്കും. മറ്റുള്ളവരുടെ വിമർശനങ്ങളും തെറിവിളികളും നമ്മൾ കേൾക്കേണ്ടതായിട്ട് വരും. മാന്യമായിട്ട് തന്നെ വീഡിയോ ഇട്ടാൽ പോലും പലപ്പോഴും ഈ തെറിവിളിയും അധിക്ഷേപങ്ങളും കേൾക്കേണ്ടി വരുന്നു. അപ്പോൾ പിന്നെ മാന്യത ഇല്ലാത്തവരുടെ കാര്യം പറയാനുണ്ടോ? ഞാനിവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഇത്തയുടെ ഒരു കാര്യമാണ്. എങ്ങനെ വെച്ച് നോക്കിയാലും അവരെ കണ്ടു കഴിഞ്ഞാൽ ഒരു 50 വയസ്സെങ്കിലും പ്രായം വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ആ ഒരു സഹോദരി കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രായം ഞാൻ പറഞ്ഞത് ചിലപ്പോൾ നിങ്ങൾക്ക് ഷെയിമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കുക. അപ്പോൾ അത്രേ പറയാനുള്ളൂ ആ ഒരു കാര്യത്തിൽ. ശരിക്കും പറയുകയാണെങ്കിൽ ഇവർ എന്ത് പൊട്ടത്തരങ്ങളാണ് കാണിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ശരിക്കും ബാലിശമായ രീതിയിലാണ് ഇവർ വീഡിയോകൾ ഓരോന്നും ചെയ്തിടുന്നത്. എങ്ങനെയെങ്കിലുമൊക്കെ കുറച്ച് നെഗറ്റീവ് പബ്ലിസിറ്റി ആയാലും വേണ്ടില്ല എന്നൊരു മനോഭാവം. ശരിക്കും നമ്മുടെ രേണുസുതിയാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ മിസ് ചെയ്യുന്നത്. പുള്ളിക്കാരത്തെയും ഇതുപോലെയാണല്ലോ, നെഗറ്റീവ് പബ്ലിസിറ്റി ആയാലും വേണ്ടില്ല, എങ്ങനെയെങ്കിലും വൈറൽ ആവണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ. മനസ്സിലാക്കിയിരിക്കുന്നിടത്തോളം നമ്മൾ ഇവരുടെ വീഡിയോ, ഞാൻ ഇവരെ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് ശരിക്കും ഞാൻ ഇവരുടെ ചാനലിൽ ഒന്ന് കയറി നോക്കിയത് കേട്ടോ. ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. ഇവരുടെ വീഡിയോസൊക്കെ എന്ന് പറഞ്ഞാൽ ഇവരെ കണ്ടാൽ തന്നെ നമുക്കറിയാം ഒരു 50 വയസ്സിന് മുകളിലോട്ട് ഇവർക്ക് പ്രായം വരുമെങ്കിലേ ഉള്ളൂ. ഇപ്പോൾ പ്രായത്തിനെ പറഞ്ഞിട്ട് നമ്മൾ ആരെ അധിക്ഷേപിച്ചു എന്നൊന്നും പറയരുത്. പക്ഷെ നമ്മുടെ പ്രായത്തിൻ്റെതായിട്ടുള്ള പക്വതകൾ നമ്മൾ കാണിക്കണം. നമുക്ക് വളരെ ക്യൂട്ടായിട്ട് വളരെ സ്വീറ്റ് ആയിട്ട് എത്ര വീഡിയോ വേണേലും ഇടാം, റീൽസ് ചെയ്യാം, എന്ത് വേണേലും ചെയ്യാം. പക്ഷേ എല്ലാത്തിനും ഒരു മര്യാദ ഉണ്ടാവണം. ഇവർ ചെയ്തിട്ടുള്ള വീഡിയോകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പക്കാ കോമാളിത്തരാണ് കേട്ടോ ഈ കാണിച്ചു കൂട്ടുന്നത്. അത്രയും ഇങ്ങനെ കോമാളിത്തരം കാണിച്ചു കൂട്ടി കയ്യടി നേടുന്നതിനോട് നമുക്ക് ഒരു യോജിപ്പുമില്ല. കാരണം നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ ആണെങ്കിലും വേണ്ടിയില്ല, എങ്ങനെയെങ്കിലും വൈറലാവുക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേണുസുതിയെ പോലുള്ള ചില നിലപാടുകളാണ് ഇത്തരത്തിലുള്ള ആളുകളെ മുന്നോട്ട് നയിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ എനിക്ക് ഇവരുടെ അടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ശരിക്കും ഇത് നിങ്ങളുടെ ഈ ഒരു ഇതൊക്കെ കാണുമ്പോഴത്തേക്കുണ്ടല്ലോ വളരെയധികം കഷ്ടം തോന്നുകയാണ്.
ഇപ്പോൾ ഞാൻ കഷ്ടം തോന്നുന്നു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ എന്നെ വന്ന് തെറുതി വിളിക്കാനായിട്ടൊന്നും നിൽക്കേണ്ട. വിളിച്ചാലും വേറെ വിഷയമൊന്നുമില്ല. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ പറയുക തന്നെ ചെയ്യും. ഇപ്പോൾ ആരെങ്കിലും തെറി വിളിക്കുമെന്ന് കരുതിയിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ ഷൗട്ട് ചെയ്യുമെന്ന് കരുതിയിട്ടൊന്നും നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ മാറ്റി വച്ചിട്ട് പോകുന്ന ഒരാളല്ല. ശരിക്കും നിങ്ങളോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, അതായത് എല്ലാവിധ റെസ്പെക്റ്റോട് കൂടിയും തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഏജ് അത് എന്തെങ്കിലും തന്നെ ആവട്ടെ. നിങ്ങൾക്ക് ഡാൻസ് കളിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡാൻസ് കളിക്കൂ. ഇപ്പോൾ റീൽസ് എടുത്ത് നിങ്ങൾ എങ്ങനെ തലയും കുത്തി നിന്ന് എടുക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ എടുത്തോളൂ. ശരിക്കും നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങളോട് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ആ ഒരു തലയിൽ ഇട്ടിരിക്കുന്ന ആ ഒരു തട്ടത്തിന് ഒരു മഹത്വമുണ്ട്, അതിനൊരു മര്യാദയുണ്ട്. ഒരു റെസ്പെക്റ്റ് കൊടുക്കേണ്ടടുത്ത് കൊടുക്കാനായിട്ട് നമ്മൾ പഠിക്കുക. ഈ തലയിലിടുന്ന തുണി എന്ന് പറഞ്ഞാൽ സാധാരണപ്പെട്ട ഒരാൾ ചിന്തിക്കുമ്പോഴത്തേക്ക് വെറും ഒരു മീറ്ററോ അല്ലെങ്കിൽ 1/2 മീറ്ററോ നീളമുള്ളൊരു തുണി മാത്രമായിരിക്കും. പക്ഷേ നിങ്ങളെപ്പോലുള്ളൊരു ആൾ, അതും ഇത്രയും ഏജ്ഡ് ആയിട്ടുള്ള ഒരു മുസ്ലിം സ്ത്രീയാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതാണ് ആ ഒരു തട്ടത്തിൻ്റെ മാന്യത എത്രത്തോളമാണെന്ന്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞ അതായത് ഈ ഒരു വർഷം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് 2025 സ്കൂളിൽ അഡ്മിഷൻ എടുത്തൊരു പെൺകുട്ടി, നമുക്ക് എല്ലാവർക്കും അറിയാം, സുന്ദരിയായിട്ടുള്ളൊരു മോള്, അവളുടെ തലയിൽ തട്ടമിട്ട് ആ ഒരു ക്രിസ്ത്യൻ സ്കൂളിൽ പഠിക്കാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് എന്തുമാത്രം പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നെന്നോ. അവൾക്ക് മോഡലായിട്ടുള്ള ചെരുപ്പിടണമെന്ന് അവൾ പറഞ്ഞിട്ടില്ല, അട്ടിപ്പൊളി ഡ്രസ്സ് ഇടണമെന്ന് പറഞ്ഞിട്ടില്ല, വേറൊന്നും ആ ഒരു കുട്ടി ആവശ്യപ്പെട്ടിട്ടില്ല. ആ ഒരു യൂണിഫോമിൻ്റെ കളറാണെങ്കിലും കുഴപ്പമില്ല, അവൾക്ക് തലയിൽ തട്ടമിടണം എന്നൊരു കാര്യം മാത്രമേ ആ ഒരു കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതിനെതിരെ മാനേജ്മെൻറ്റ് കർശനമായിട്ട് നിന്നു. പല ആളുകളും അതിന് സപ്പോർട്ട് കൊടുത്ത് നിന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളെപ്പോലുള്ള കുറച്ചധികം യൂട്യൂബേഴ്സ് ആ ഒരു മാതാപിതാക്കൾക്കൊപ്പം തന്നെയാണ് നിന്നത്, ആ ഒരു പൊന്നു മോൾക്കൊപ്പം തന്നെയാണ് നിന്നത്. അപ്പോൾ നമ്മൾ ന്യായമായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമേ നമ്മൾ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. പക്ഷേ അങ്ങനെയുള്ള ഒരു മകള് നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ നമ്മുടെ മുന്നിൽ മാതൃകയായിട്ട് നിൽക്കുമ്പോൾ നിങ്ങളെപ്പോലുള്ള ഇത്രയധികം ഏജ്ഡ് ആയിട്ടുള്ള സ്ത്രീകൾ ആ ഒരു തലയിൽ തട്ടവും വെച്ചിട്ട് കാണിക്കുന്ന ഈ ഒരു കോപ്രായം കാണുമ്പോൾ പുച്ഛം തോന്നുകയാണ്. ഇത് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുള്ള പല ആളുകൾക്കും ചോദിക്കുമായിരിക്കും, നിങ്ങൾക്കത് പറയേണ്ട കാര്യം എന്താണ്, നിങ്ങൾക്ക് എന്താ തട്ടവുമായിട്ട് ബന്ധമെന്ന്. നമുക്കിത് പറയുമ്പോൾ ഇതുപോലെ തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ചില ആളുകളെങ്കിലും പറയുമായിരിക്കും, നിങ്ങൾ എന്തിനാണ് ഇതേക്കുറിച്ചിട്ട് സംസാരിക്കുന്നത്, തട്ടവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾക്കതിന് ആരാണ് അവകാശം തന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കാര്യം എന്താണെന്നൊക്കെ ചോദിക്കുന്നവരുണ്ടായിരിക്കും. നമ്മൾ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ നമ്മളൊരു കാര്യത്തെക്കുറിച്ചിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും എടുത്തിട്ട് സംസാരിക്കാറുണ്ട്. അപ്പോൾ അതിൽ നല്ലതും കെട്ടതുമായിട്ടുള്ള വശങ്ങളെക്കുറിച്ചിട്ട് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കിത് പറയണമെന്ന് തോന്നി. ഉമ്മച്ചി ഡാൻസ് കളിക്കുന്നതിന് കുഴപ്പമില്ല, വൈറലാവാൻ വേണ്ടിയിട്ടാണെങ്കിലും എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും. പക്ഷെ അത് ചെയ്യുമ്പോൾ ആ തലയിൽ അണിഞ്ഞിരിക്കുന്ന വസ്ത്രത്തിന്, ശരീരത്തിൽ പർദ്ദ അണിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വസ്ത്രത്തിനൊക്കെ കൊടുക്കേണ്ട ഒരു റെസ്പെക്റ്റ് ഉണ്ട്. അത് കാത്ത് സൂക്ഷിച്ചു കൊണ്ടുള്ള വീഡിയോകൾ ഇടുകയാണെങ്കിൽ അത് ഡാൻസോ പാട്ടോ കൂത്തോ എന്തോ ആവട്ടെ, അതിന് കുറച്ച് മാന്യത ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു തലയിൽ കെട്ടിയിരിക്കുന്ന ആ ഒരു തട്ടത്തെ അഴിച്ച് മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കണക്ക് നിങ്ങൾ കൂത്ത് കാണിച്ചോളൂ. അതിലൊന്നും ഇവിടെ ആർക്കും യാതൊരു തരത്തിലുള്ള തർക്കവും ഇല്ല. അപ്പോൾ എന്തായാലും കുറച്ചധികം മോശമായിപ്പോയി എന്നേ പറയാനായിട്ടുള്ളൂ. ഇനി ഈ ഉമ്മച്ചീരെ മറ്റൊരു ഡാൻസ് കൂടി കാണാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാരെ എന്തിനു പറയണം, ഉമ്മമാരായാലും അമ്മമാരായാൽ പോലും കാണിക്കുന്നത് ഇത്തരത്തിലുള്ള പേക്കൂത്തുകളാണ്. അപ്പോൾ പിന്നെ ഇന്നത്തെ കാലത്തെ പുതിയ കുട്ടികളെ പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? നമ്മൾ സമൂഹത്തിന് മാതൃകയാകേണ്ടവർ തന്നെ കാണിക്കുന്നത് ഇമാതിരി പോക്കണം കേടുകളാണ്. അപ്പോൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, എല്ലാവരും ഇവരുടെ ചാനലിന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് അവരെ ഉയർത്തിക്കൊണ്ടുവരിക. അവർ കുറച്ചധികം വൈറലായിക്കോട്ടെ. അപ്പോൾ എന്തായാലും കൂടുതലായിട്ടൊന്നും പറയാനില്ല. വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും